ഹലോ. സാറേ നമസ്കാരം. എൻ്റെ പേര് CPO 15129 വിശാഖ്. ഹലോ. പറഞ്ഞോളൂ. സാറേ ഞാൻ പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലായിട്ട് അവിടെ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ഇപ്പോൾ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരനാണ്. സാറേ ഞങ്ങൾ 3 പേരാണ് അറ്റാച്ച് അവിടെ പോയത്. അപ്പോൾ അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല, റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല. അപ്പോൾ രാത്രി 6 മണിക്ക് ശേഷം അവിടെ റിഫ്ലക്ടർ ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പാടാണ്. വണ്ടി ഔഷധി പെരുമ്പാവൂരാണ് ഡ്യൂട്ടി ട്രാഫിക്. അപ്പോൾ ട്രാഫിക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവിടെ സാധനം ഇല്ല. ഉണ്ടായിരുന്ന 2 ഞങ്ങളുടെ 2 പേർക്ക് കൊടുത്തു. ഒരാൾക്ക് കിട്ടിയിട്ടില്ല, അത് എനിക്കാണ് കിട്ടാനുള്ളത്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ്, നല്ല തിരക്കുള്ള സമയമാണ്. എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടി ചെയ്യാൻ നല്ല വണ്ടിയും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അപ്പോൾ അവർക്കറിയാൻ പാടില്ല, ട്രാഫിക് സ്റ്റേഷനിൽ അവരില്ലാത്തതുകൊണ്ടാണ്. അവരുള്ളത് ഞങ്ങൾക്ക് റെയിൻകോട്ടൊക്കെ തന്നു. പിന്നെ അവരാരോട് ചോദിക്കാൻ. ഞാനപ്പോൾ നോക്കിയപ്പോൾ SP ഓഫീസിൽ വിളിച്ചു പറയാം, എന്തായാലും ഇതിൻ്റെ പരിധിയിലല്ലോ. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് അപ്പോൾ ജാക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അതിനുള്ള നടപടി ചെയ്യണം. അത് ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ച് ട്രാഫിക് സ്റ്റേഷനിൽ ഇല്ല. അപ്പൊ പിന്നെ ഇതിന്റെ അണ്ടർ എല്ലാം SP അല്ലേ ഇതിന്റെ പറയുന്നത്? അങ്ങോട്ട് കേക്കടോ. താൻ SP അവിടെ കൊണ്ടുവന്ന് ഇയാൾക്ക് ജാക്കറ്റ് തരുമോ? അങ്ങോട്ട് പറയുന്നത് പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കൂ. താങ്കൾ ഒരു പോലീസുകാരനല്ലേ സാറേ? ഇല്ലെങ്കിൽ പിന്നെ അത് എവിടെ? ഇതിന്റെ അതോറിറ്റിയിലല്ലേ പറയണ്ടേ? എല്ലാവരും അങ്ങോട്ട് പറയുന്നതൊന്ന് മനസ്സിലാക്കടോ. ഏത് തെണ്ടിയെ വിളിക്കണെന്ന് അതിപ്പോ ഞാൻ കേട്ടൂല ഫോണില്. അതെന്ത് വർത്താനം പറഞ്ഞേ? ഏത് തെണ്ടിയെ വിളിക്കണേന്ന്? അങ്ങനെയാണോ SP ഓഫീസിലായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത്? ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഞാനത് കേട്ടു, ഏത് തെണ്ടിയെ വിളിക്കണേന്ന്. ഇതെന്ത് വർത്താനാണ് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത്? ഞാൻ കേട്ടു ആ ഫോണ് ഓൾറെഡി. ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കേൾക്കും മേഡം. സാറേ ഇപ്പൊ ഇത്ര ഇടോന്നാലോ വിളിച്ചേ? ഫോൺ വെച്ചിട്ട് കൂടാ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.